ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഡോഗിൻ്റെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഷാംപൂ, ഹിമാലയ ഡോഗ് ഷാംപൂവിൻ്റെ റിവ്യൂവും കൂടെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇവന് കുളിക്കാൻ ഇത്തിരി മടിയായതുകൊണ്ട് തന്നെ ഇവനെ എടുത്തുകൊണ്ട് വരണം. അവനെ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവിടെ ഒരൊറ്റ കിടപ്പാണ് കൂട്ടുള്ളത്. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കുളിപ്പിക്കാനായിട്ട്. ഹിമാലയ എറിന-ഇപ് എന്ന് പറയുന്ന ഡോഗ് ഷാമ്പു ആണ് നമ്മൾ കുളിപ്പിക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് ടിക്സും ഫ്ലീസിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷാമ്പു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പട്ടികളുടെ മേത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കൈയിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പുറം ഭാഗത്ത്, കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടലുകൾ ഉണ്ടാവും. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഷാമ്പു. നമ്മൾ എടുത്തിരിക്കുന്നത് 200 ml ആണ്. 260 ആണ് ഇതിൻ്റെ വിലയെങ്കിലും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ കുറവ് റേറ്റിന് നമുക്ക് കിട്ടും. നമുക്കിതൊരു 140 റുപ്പീസിനാണ് ഓൺലൈനിൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇവൻ്റെ മേത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ നിന്ന് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുവരെ നമ്മളൊന്ന് പിടിച്ചു വെക്കേണ്ടി വരും. സാധാരണ തണവുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ചെറു ചൂടുവെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കാറ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൈപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഷാമ്പൂ നമ്മൾ കയ്യിലെടുത്തിട്ട് അത് നല്ലോണം അവൻ്റെ മേത്ത് തേച്ച് പതപ്പിച്ച് വരും. നല്ല പത വരുന്നതാണ് ഈ ഷാമ്പൂ. അപ്പോൾ ആ പതയാണ് ഇതിനെ ഹീലാക്കുന്നത്. അപ്പോൾ നല്ലോണം പതപ്പിച്ച് ഇവൻ്റെ ആ ഹെയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കും. ഈ ടിക്സൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുവെന്ന് വരില്ല. കാരണം ഇവരുടെ നഖത്തിൻ്റെ ഇടയിലോ ചെവിയുടെ ബാക്കിലോ ചെവിയുടെ ഉൾഭാഗത്ത് ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവറ്റങ്ങൾ ഒളിച്ചിരിക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഇവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കിത് ഉണ്ടോയെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഇവർ കൈകൊണ്ട് അത് നമ്മൾ ചൊറിയുന്നതായിട്ട് കാണാം. അപ്പം ആ സമയത്ത് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും നഖങ്ങളുടെ ഇടയിലും എല്ലായിടത്തും ചെവിയുടെ ഇടകളിലും എല്ലായിടത്തും നമ്മൾ ഈ ഷാമ്പു നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം അവനവിടെ നിർത്തണം. എന്നാലേ ഇത് ശരിക്കും ഈ ഷാമ്പു വർക്കൗട്ട് ആവുള്ളൂ. പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവന് നമ്മൾ ഈരി കൊടുക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവനെ തേച്ചൊരച്ച് കുളിപ്പിക്കാറുള്ളത്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം ഈ ഷാമ്പു ഇട്ടാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല.
പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ ഒരു ടവലുണ്ട്, അത് വെച്ചിട്ട് അവനെ നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്, തുണി വെച്ചിട്ട് അവനെ തോർത്തിയെടുക്കുന്നത്. നല്ല രസത്തിൽ ഇങ്ങനെ നിന്ന് തരും അവൻ. കുളിപ്പിച്ച് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോൾ ഇവൻ്റെ രോമം നല്ല സിൽക്കി ഹെയർ പോലെയാവും. നല്ല രസമാണ് കാണാനായിട്ട്, ഒരു ഷൈനിങ് ഉണ്ടാവും, അതേപോലെ വളരെ സോഫ്റ്റും ആയിരിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഷാമ്പു ഇട്ട് കുളിപ്പിച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 6 to 7 days ഇവൻ്റെ മേത്ത് ആ ഷാമ്പൂവിൻ്റെ മണം നിൽക്കും. അപ്പോൾ ബാഡ് സ്മെല്ലൊന്നും വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.